ഒരു ബോട്ട് അഭ്യർത്ഥനയുമായിട്ട് നിങ്ങളുടെ ഒതുക്കുങ്ങൽ അങ്ങാടിയിലേക്ക് സപ്നയിലൊന്ന് വൈറലാക്കണ്ട നമുക്ക് വർത്താനം പറഞ്ഞാണ്. എന്ത് ജനൗഷധിനെ പറ്റി പറയാൻ വളരെ ലാഭകരമായ മരുന്നാണ് നമുക്ക്. അതിപ്പോൾ അങ്ങനെയുള്ള നല്ല പ്രവർത്തനങ്ങൾ വീണ്ടും ഉണ്ടാവട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. മോഡി പറയുമായിരുന്നു, നിങ്ങൾ മുസ്ലിങ്ങൾ അടുത്ത് ചെല്ലൂ, അവരോട് അസ്സലാമലൈക്കും പറയൂ, അവർക്ക് ഷേക്ക് ഹാൻഡ് ചെയ്യൂ, അവരടുത്തിരിക്കൂ, അവരോട് ചെവി കൊടുക്കൂ, അവർ പറയുന്നത് കേൾക്കൂ. വളരെ സന്തോഷകരമായ പ്രചരണമായിരുന്നു ഇന്നത്തേത്. സാറിനെ അബ്ദുസലാം സാറ് കണ്ടപ്പോൾ നമ്മൾ അങ്ങോട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ, ഇങ്ങോട്ടല്ലേ പരിചയപ്പെടുത്തുന്നത്. പിന്നെ കുട്ടിപ്പ വാപ്പു ആരെ നമ്മൾ നാട്ടുകാരനാണ്, നമ്മളറിയില്ല, നിങ്ങളെയാണ് അറിയുന്നത്. ജനൗഷധിനെ പറ്റി പറയാൻ വളരെ ലാഭകരമായ മരുന്നാണ് നമുക്ക്. അതിപ്പോൾ അങ്ങനെയുള്ള നല്ല പ്രവർത്തനങ്ങൾ വീണ്ടും ഉണ്ടാവട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. പ്രധാനമന്ത്രിയുടെ ഉപകരിക്കുന്നുണ്ട് മരുന്നിന്റെ കാര്യത്തിൽ. ഞാൻ വാങ്ങലുണ്ട്. എത്ര രൂപയാണ് സാധാരണ ഷോപ്പിന്റെ ഒരു പകുതി വരെ കിട്ടുന്നുണ്ട്. ഹാപ്പിയാണ് നമ്മളെ ആ കാര്യത്തിലൊക്കെ ഹാപ്പി. ഒന്നും വെറുപ്പില്ല. പ്രധാനമന്ത്രി തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയും വരണം, നമുക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കണം. വരണം. നല്ല ഒരു ഗുണാണ്. കിസാൻ പദ്ധതിയിൽ 6000 രൂപ വാങ്ങുന്നുണ്ട്. ഞങ്ങൾ കൊടുത്തിട്ടില്ല. മുതലാളി അയച്ചല്ല, പിന്നെ എന്താവും അങ്ങനെ കൊടുത്തില്ല. അപ്പൊ 15 സെന്റ് നിലയിലുള്ള അതിലിപ്പോ നമ്മൾ കൊടുത്തിട്ടൊന്നുമില്ല. 17 സെന്റ് മുതൽ 5 ഏക്കർ വരെ കിട്ടുന്നുണ്ട്. അസ്സലാമലൈക്കും. ഇന്നത്തെ ഈ പ്രചരണം സലാം സാറിൻ്റെ മലപ്പുറം മണ്ഡലത്തിലെ ഈ ഒതുക്കുങ്ങൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒതുക്കുങ്ങലിലുള്ള 2 ഭാഗങ്ങളും റൈറ്റിനും ലെഫ്റ്റിലുള്ള കടകൾ തോറും കയറി ഇറങ്ങിയിട്ടുള്ള പ്രചരണമാണ്. വളരെ സന്തോഷകരമായ പ്രചരണമായിരുന്നു ഇന്നത്തേത്. കാരണം ആളുകളിലുള്ള ആ പെരുമാറ്റം കണ്ടാലും അവർ ഞങ്ങളെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴും അവർ നമ്മളെ സ്നേഹിക്കുന്നതും ഈ നാട്ടിൽ പ്രത്യേകിച്ച് ഞങ്ങൾ പോയ ഇടങ്ങളിലൊന്നും കിട്ടാത്ത സ്വീകരണമാണ് ഒതുക്കുങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇനി ഞങ്ങളെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും നമ്മുടെ സലാം സാറിന് വേണ്ടി ഈ മലപ്പുറം മണ്ഡലത്തിൽ വോട്ട് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുന്നു. ഒരു ബോട്ട് അഭ്യർത്ഥനയുമായിട്ട് നിങ്ങളുടെ ഒതുക്കുങ്ങൽ അങ്ങാടിയിലേക്ക് ഈ വോട്ടർമാരെ കണ്ട് ഞങ്ങൾ ഈ അങ്ങാടി തോറും പരിസരങ്ങളും എല്ലാവരോടും ബന്ധപ്പെട്ട് നല്ല സമീപനമായിരുന്നു എല്ലാ ജനങ്ങളിൽ നിന്നും. നമ്മുടെ സലാം സാറിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വിലയേറിയ ഒരു വോട്ട് ഈ പ്രാവശ്യം നിങ്ങൾ വിനിയോഗിക്കാം. മാറി ചിന്തിക്കാൻ നിങ്ങൾ തയ്യാറാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. രാവിലെ കുന്നംകുളത്ത് പോയി മോഡിജിയുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ച് 4 മണിക്ക് വന്നു. 4:30 ഇവിടെ തുടങ്ങി 6:30 വരെ ഈ പ്രോഗ്രാമായിരുന്നു. ഈ ക്ഷീണം ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് വളരെ സന്തോഷം തോന്നി. കാര്യം കണ്ടത് എനിക്ക് തോന്നുന്നു 99% മുസ്ലിങ്ങളായിരുന്നു. എൻ്റെ അപ്രോച്ച് തന്നെ ഡിഫറെൻ്റാണ്. പലർക്ക് മിക്കവാറും ആൾക്കാർക്ക് എന്നെ അറിയാം. ഷേക്ക് ഹാൻഡ് ചെയ്യുമ്പോൾ തന്നെ എനിക്കൊരു സുഖം തോന്നുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നേരത്തെ നമ്മൾ ഈ മുസ്ലിം കാൻഡിഡേറ്റ്സെ കണ്ട് അവരുടെ ഹൃദയം കവരണമായിരുന്നു. മോഡി പറയുമായിരുന്നു, നിങ്ങൾ മുസ്ലിങ്ങൾ അടുത്ത് ചെല്ലൂ, അവരോട് അസ്സലാമലൈക്കും പറയൂ, അവർക്ക് ഷേക്ക് ഹാൻഡ് ചെയ്യൂ, അവരടുത്തിരിക്കൂ, അവരോട് ചെവി കൊടുക്കൂ, അവർ പറയുന്നത് കേൾക്കൂ, അവരുടെ പ്രശ്നം പഠിക്കൂ, എന്നിട്ട് വരൂ, അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാം. അവരെ നമുക്ക് മാറ്റി നിർത്താനുള്ളതല്ല, അവരെ നമുക്ക് ചേർത്ത് പിടിക്കാനുള്ളതാണ്. ആ ചേർത്ത് പിടിയിലേക്ക് അവർ ചേർന്ന് നിൽക്കുന്ന സിംറ്റംസ് വളരെ വ്യക്തമായിട്ട് കണ്ടു. നമുക്കിതും തുടരാം. ഇനിയും ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് താമര വിരിയിക്കാം. വോട്ട് അഭ്യർത്ഥനയുമായി സലാം സാറിൻ്റെ ഒപ്പം ഒരുപാട് ആൾക്കാരാണെന്നോ അങ്ങനെ എണ്ണി പറയാനൊന്നും കഴിച്ചില്ല. 10-25 ആൾക്കാർ എന്തായാലും ഉണ്ട്. അഭ്യർത്ഥനയും കാർഡും ഒക്കെ വിതരണം ചെയ്ത് ഒരു 1.5 മണിക്കൂർ നേരം റോഡിൻ്റെ 2 സൈഡും എല്ലാ ആൾക്കാരായിട്ടും കണ്ട് പരിചയപ്പെട്ട് 100% ഓക്കേനില്ല കണ്ടീഷനിലാണ് കുട്ടിപ്പാക്കപ്പോൾ എൻ്റെ മനസ്സ് ക്ലിയറാണ്. കാരണം എന്താണോ, ഇത് നമ്മൾ ചെല്ലാത്തിൻ്റെ തകരാറുണ്ടാവും കുറേയൊക്കെ. അപ്പം എല്ലാവരുടെ അടുത്തും എത്തണം തന്നെയാണ് എനിക്ക് വീണ്ടും വീണ്ടും പറയാല്ലേ. എന്താ നല്ല ഊർജ്ജല്ലേ. കാരണം ജനങ്ങളെടുത്ത് കിട്ടുന്ന നല്ല റെസ്പോൺസ്. സാറിനെ അബ്ദുസലാം സാറ് കണ്ടപ്പോൾ നമ്മൾ അങ്ങോട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ, ഇങ്ങോട്ടല്ലേ പരിചയപ്പെടുത്തുന്നത്. പിന്നെ കുട്ടിപ്പ വാപ്പു ആരെ നമ്മൾ നാട്ടുകാരനാണ്, നമ്മളറിയില്ല, നിങ്ങളെയാണ് അറിയുന്നത്. പക്ഷെ എല്ലാവർക്കും നല്ല സഹകരണമാണ്. പിന്നെ നമ്മൾ ആര്യേജിൻ്റെ കൂടെ ഇടവും വലവും ഉണ്ടായിരുന്നു. ഇപ്പോൾ സലാം സാറിൻ്റെ കൂടെ ഉണ്ട്.
ഓരോ അനുഭവങ്ങളും നല്ല അനുഭവങ്ങളാണ്. കാരണം നരേന്ദ്രമോദി സാറിൻ്റെ ഭരണത്തിൽ ഓരോ കാര്യങ്ങളും നമ്മൾ അങ്ങോട്ട് പറയാതെ ഇപ്പോൾ ജനൌഷധി മുതൽ എല്ലാ കിസാൻ സമ്മാൻ നിധി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ ഇങ്ങോട്ട് പറഞ്ഞു തരുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് പറയണ്ടല്ലോ. അപ്പോൾ സാറിനെ സ്വീകരിച്ചു, നമ്മളെ സ്വീകരിച്ചു, നമ്മളെ NDA സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഒതുക്കങ്ങൾ വന്നപ്പോൾ കണ്ടിട്ടുള്ളത്. അത് നമ്മൾ പ്രതിഫലിക്കും ഇലക്ഷനിലുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.